അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നന്ദി പറയുകയാണ് ഇപ്പോൾ തിരൂരങ്ങാടി നിയോജക മണ്ഡലം. കാരണം എന്തെന്നല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ കോളിളക്കമുണ്ടാക്കാൻ ശ്രമിച്ച അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നന്ദി. രണ്ടത്താണിയുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് പ്രചരണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോളടിച്ചത് തിരൂരങ്ങാടിയിലെ ലീഗിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി PMA സമീർ തന്നെ. രണ്ടത്താണി പുറത്തേക്ക് പോയപ്പോൾ മണ്ഡലത്തിലേക്ക് കടന്നു വരാൻ പാർട്ടി തിരഞ്ഞെടുത്തത് തികച്ചും പ്രൊഫഷണലായ ഒരു ലീഗ് പ്രവർത്തകനെ. അതിനുമപ്പുറം സ്വദേശത്തും വിദേശത്തുമുള്ള വ്യവസായികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒരേ സമയം വ്യാവസായിക രാഷ്ട്രീയ ഉപദേശകനും സഹായിയും മികച്ചൊരു പിന്തുണക്കാരും ഒക്കെയാണ് എവിടെയും ഓടി നടക്കുന്ന ഈ PMA സമീർ. മറ്റൊന്നു കൂടിയുണ്ട്. പെരിന്തൽമണ്ണ MLA പേരെടുത്ത നജീബ് കാന്തപുരം സാഹിബിന് ശേഷം കേരള നിയമസഭ ഇനി കാണാൻ പോകുന്ന, ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന മികച്ച ഒരു ജനപ്രതിനിധി ഇതാ തിരൂരങ്ങാടിയിൽ നിന്നുള്ള PMA സമീർ സാഹിബ് തന്നെയായിരിക്കും. ഇതിലൊരു സംശയം വേണ്ടെന്ന് രാഷ്ട്രീയ വ്യവസായ ലോകത്തെ പ്രമുഖർ ഒറ്റ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിലേക്ക് കെട്ടിയിറക്കിയതൊന്നുമല്ല സമീർ സാഹിബിനെ. വാഴയൂരിലെ മുസ്ലിം ലീഗ് നേതാവ് ഇസ്മായിൽ ഹാജിയുടെ മകൻ, ഫാറൂഖ് കോളേജ് യൂണിയൻ ചെയർമാൻ, അങ്ങനെ പോകുന്നു സമീറിന്റെ പദവികൾ, വിശേഷണങ്ങൾ. മികച്ച രാഷ്ട്രീയ പാരമ്പര്യത്തിനൊപ്പം ഫെല്ലോ കമ്പനി സെക്രട്ടറി എന്ന ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനർ കൂടിയാണത്. നമ്മുടെ യുവതലമുറയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആധുനികമായ വിദ്യാഭ്യാസ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ദീർഘവീക്ഷണം PMA സമീറിനുണ്ട്. വിവിധ വിഷയങ്ങൾ ആഴത്തിൽ ഇഴകീറി പരിശോധിക്കാനും സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്താനുമുള്ള അദ്ദേഹത്തിന്റെ വൈഭവമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് നേതൃത്വം പരിഗണിച്ച ഒരു ഘടകം എന്നുകൂടി ഓർക്കണം. തിരൂരങ്ങാടിയുടെ, പ്രത്യേകിച്ച് അവിടുത്തെ യുവത്വത്തിന്റെ ഭാഗമാണ് സമീർ സാഹിബിന്റെ ഈ സ്ഥാനാർത്ഥിത്വം കൂടി. തിരൂരങ്ങാടിയുടെ കരുത്തായി PMA സമീർ മാറുമെന്ന മണ്ഡലത്തിലെ യുവജനതയുടെ പ്രതീക്ഷ അസ്ഥാനത്താകില്ലെന്ന് ഇത്തവണ മണ്ഡലം കാട്ടിക്കൊടുത്തു. അപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒട്ടാകെ ഒരു ആവേശമാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രൊഫഷണൽ ട്രെയിനർ, അതിലുപരി ഒരു ഉറച്ച മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക്, തിരൂരങ്ങാടിയിലേക്ക് കടന്നു വരുന്നു. ഇനി തിരൂരങ്ങാടി ആശ്രയിക്കാൻ പോകുന്നത്, തിരൂരങ്ങാടി പിന്തുണയ്ക്കാൻ പോകുന്നത്, തിരൂരങ്ങാടി നെഞ്ചത്ത് ഏറ്റെടുക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല, PMA സമീറിനെ തന്നെയാണ്.